അത്രമാത്രം വാഹന സൗകര്യമുള്ള ഈ കാലഘട്ടത്തിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലുള്ളത്. ഈ പഴയുള്ള ആൾക്കാർ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നതിന്റെ അത്ര ഇന്നത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അപ്പൊ നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെ നമുക്ക് പറയാം എന്നല്ലാതെ ഇതിന്റെ പരിഹാരമാവുന്നില്ല. ഇതിന്റെ യഥാർത്ഥമുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതിയും ജീവിത ശൈലിയുമാണ്. വെരിക്കോസ് വെയിൻ മാത്രമല്ല, പല രോഗത്തിലേക്ക് നയിക്കുന്നത് രാത്രി താമസിച്ച ആഹാരം കഴിക്കുന്നത്. രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപ്പൂറ്റി വേദന രാത്രി താമസിച്ച ആഹാരം കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നതാണ്. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെടുത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ചോളം രോഗം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യന്റെ കയ്യിൽ നിന്നും മുൻകൂർ പൈസ വാങ്ങിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. രോഗം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. ഒട്ടുമിക്ക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. 99.8% രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള സാധനമാണ് എരിവ്. എരിവ് കഴിച്ചുണ്ടാകുന്ന രക്തവും പഴം കഴിച്ചുണ്ടാകുന്ന രക്തവും ഒരുപോലിരിക്കും ഇല്ല. ഇതാണ് രോഗത്തിലേക്ക് നയിക്കുന്നത്. ഹായ്, ഹലോ, നമസ്കാരം. ദ റിയാലിറ്റി ബൈ ഷാരികയിൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഏറ്റവും യാഥാർത്ഥ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. റിയാലിറ്റി എല്ലായ്പ്പോഴും യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്ന ഒരു ഷോയാണ്. അതുകൊണ്ട് നമ്മുടെ ചാനലിൽ വരുന്നതും നമ്മൾ എടുക്കുന്നതുമായ ഇടങ്ങൾ അതുപോലെ ആയിരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടും നമ്മൾ ഇന്ന് ഒരു വളരെ പുണ്യം കിട്ടുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, പുണ്യം കിട്ടുന്ന നിങ്ങൾ വിചാരിക്കും അമ്പലമാണോ എന്ന് വെച്ചാൽ, എന്നാൽ അമ്പലത്തെക്കാളും പ്രാധാന്യം അർഹിക്കുന്ന, ജനങ്ങളുടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന, മായം ചേർക്കാത്ത ഒരു സ്ഥലത്താണ് ആയുർവേദം. ആയുർവേദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരിക്കലും കള്ളം എന്ന് പറയുന്ന സംഭവം അതിനകത്ത് ചേർക്കാൻ പാടില്ല. കള്ളം ചേർത്തത് ആയുർവേദമല്ല. പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ചികിത്സാ രീതികളാണ് എല്ലായ്പ്പോഴും ആയുർവേദം, അല്ലെങ്കിൽ ആയുർവേദ മരുന്നുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആയുർവേദ ശാലകൾ എന്ന് പറയുന്നത്. അത്തരത്തിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കൊല്ലം കൊട്ടാരക്കരയിലെ നെല്ലിക്കുന്നം എന്ന് പറയുന്ന ആ മനോഹരമായ പ്രദേശത്തുള്ള അരീക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിൻ്റെ ഓണറും അതിൻ്റെ സ്ഥാപകനും അതിൻ്റെ കണ്ടുപിടുത്തം എല്ലാമായ പ്രിയപ്പെട്ട ഡോക്ടർ സ്മിത്ത് കുമാർ സാറിൻ്റെ അടുക്കലാണ്. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം. സാറിനെ കുറിച്ച് കുറച്ചധികം നമ്മൾ കേൾക്കാൻ ഇടയായി. കാരണം യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ആൾക്കാരുടെ കമൻറ്റുകൾ കൊണ്ട് സാറിൻ്റെ ഒരു ചികിത്സാ രീതികൾ അത്രയധികം ഫേമസ് ആണ്. അപ്പോൾ ഈ ആയുർവേദ ചികിത്സ എന്ന് പറയുമ്പോൾ പൊതുവിൽ ആൾക്കാർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കുറെ കാലം നീണ്ടു കിടക്കും, അല്ലെങ്കിൽ ആയുർവേദം പറഞ്ഞാൽ എന്താണ്, ചില പുതിയ കുട്ടികൾക്കൊക്കെ ചിന്തിക്കുന്ന ഒരു കഷായം കുറെ നാളെടുക്കുന്നൊരു സമസ്യയാണ്, ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് തുറന്നു പോകണം എന്നൊക്കെ ചിന്തിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ ജനറേഷൻ എന്ന് പറയുന്നത്. പക്ഷേ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഒരു എന്താണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്ന് ഞാൻ ചികഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇവിടെ ഈ വെരിക്കോസ്, അതുപോലെ നമുക്ക് ഒരിക്കലും ഈ നടുവേദന, അതല്ലെങ്കിൽ നടുവിൻ്റെ ബൾജിങ്, കൈകാൽ സന്ധിവേദന, ആമവാദം പോലുള്ള ചികിത്സയ്ക്ക് എങ്ങും കിട്ടാത്ത അത്ര ഒരു റിസൾട്ട് ഇവിടുന്ന് കിട്ടുന്നു. അത് ജനങ്ങളിൽ നിന്നാണ് പറയുന്നത് കേട്ടോ. കാരണം പ്രത്യേകിച്ച് വേറെ പരസ്യമൊന്നും ഞാൻ ഈ ഹോസ്പിറ്റലിനെ കണ്ടിട്ടില്ല, അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടേക്കൊരു യാത്ര ആയാലോ എന്താണെന്ന് ഞങ്ങളും ടീം തീരുമാനിച്ചു. അതാണ് ഞങ്ങൾ ഇവിടത്തേക്ക് എത്തിച്ചത്. നമസ്കാരം. എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ സാർ? നേരത്തെ പറഞ്ഞ ആയുർവേദത്തെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒന്നാമത്തെ തെറ്റിദ്ധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയുർവേദം പതുക്കെ ഫലിക്കൂ എന്നുള്ളതാണ്. വളരെ തെറ്റായ ധാരണയാണ്. കൃത്യമായ കാരണത്തെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തന്നെ ഫലം തരുന്നതാണ് ആയുർവേദ ചികിത്സ. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും പറയും കഴുത്തുവേന, നടുവേന, മുട്ടുവേനയ്ക്കൊക്കെ തൈലം വെച്ച് പുറമേ പുരട്ടാനുള്ളതാണെന്നാണ് പൊതുവെ ആൾക്കാരുടെ ധാരണ. എന്നാൽ നമ്മൾ ഇവിടെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് തൈലം ഉള്ളിലേക്ക് കഴിക്കാനാണ്. ഉള്ളി കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഈ പറയുന്ന റിസൾട്ട് കിട്ടത്തുള്ളൂ. പുറമേ പെട്ടതിനേക്കാളും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ഉള്ളി കഴിച്ചെങ്കിൽ മാത്രമാണ്. അപ്പൊ നമുക്ക് ഇവിടെ പല പേഷ്യൻസ് നിങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പൊ ഡിസ്കിന്റെ പ്രൊലാപ്സ് കൊണ്ടുള്ളത്, അല്ലെങ്കിൽ സെർവിക്കലിന്റെ ആണെങ്കിലും ലെംബാറിന്റെ ആണെങ്കിലും ഒക്കെ പല കേസുകളിലും, എല്ലാ കേസുകളിലും നമ്മളാണെങ്കിൽ ഉള്ളിലേക്ക് തൈലം കഴിക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ സാറ് ഞാനിവിടെ വന്നു, സാറിനെ കണ്ടു. ഇപ്പം നല്ല തിരക്കുണ്ടായിരുന്നു ഒ പിയിൽ. കാരണം ഇവിടെ വൈകിട്ട് വരെ ഒ പി ഉള്ളതാണെന്നൊരു പുതിയ അറിവായിരുന്നു എനിക്ക്. കാരണം ഞാൻ ആയുർവേദ ഹോസ്പിറ്റലുകൾ അങ്ങനെ പോയിട്ടില്ല. ഇങ്ങനെ ആയുർവേദ ശാലകളിൽ പോകാറ്, മരുന്ന് വാങ്ങിക്കാറുണ്ട്, ഡോക്ടറെ കാണാറുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ സാർ ആദ്യം ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ കൊണ്ട് പരിചയപ്പെടുത്തി എന്നുള്ളതാണ്. അത് വലിയൊരു വിശ്വാസം. ഇതാണ് ഇപ്പം നമ്മൾ മീഡിയ വരുന്നു, അല്ലെങ്കിൽ ക്യാമറ ഉണ്ട്, പലരും വരുന്നു, വീഡിയോ എടുക്കുന്നു, പോകുന്നു, അല്ലെങ്കിൽ വ്ളോഗേഴ്സ് വരുന്നു. പക്ഷേ അതിൽ സാറിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുന്നതിലും സാറ് പ്രാധാന്യം നൽകിയത് അവരുടെ അഭിപ്രായങ്ങൾ ആദ്യം നിങ്ങൾ അറിയൂ എന്നാണെന്നാണ് ഞാനത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഒരുപാട് രോഗികൾക്ക് സാറ് നേരിട്ട് വന്നു, സാധാരണ ഡോക്ടർമാർ അങ്ങനെ ചെയ്യാറില്ല, ഒന്നെങ്കിൽ അസിസ്റ്റന്റുമാരെ കൂട്ടത്തിൽ വിടും, സാറ് നേരിട്ട് തന്നെ വന്ന് ആ രോഗികളെ കാണിക്കുന്നു. അവരുടെ വായിൽ നിന്ന് തന്നെ ഓൺ ദ സ്പോട്ടാണ്, അതായത് ഇത് സ്ക്രിപ്റ്റഡും കാര്യങ്ങളും ഒന്നും അല്ല, ഓൺ ദ സ്പോട്ട് എന്നിട്ട് നേരിട്ട്
നേരിട്ട് സാറ് വിളിച്ച് ചോദിക്കുകയാണ് ചികിത്സയ്ക്ക്, നിങ്ങൾ ഇറങ്ങി വരൂ, നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ 2 വാക്ക് സംസാരിക്കൂ എന്ന് ഞങ്ങൾ നിൽക്കുകയാണ് സാറ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ അതിന്റെ ഒരു ക്ലാരിറ്റി നമുക്ക് വ്യക്തമാണ്. പിന്നെ ഈ നമുക്ക് ജനങ്ങൾക്ക് അറിയേണ്ടത്, ഇത്രയും നല്ലൊരു ചികിത്സാലയം, ഒരു ആയുർവേദ ഒരു ആശ്രമം പോലൊരു സ്ഥലം ഇവിടെ ഉണ്ടായിട്ട് ഇവിടേക്ക് ഇത് എത്ര പേര് അറിയുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സമസ്യ കിടക്കുന്നത്. ഇപ്പൊ ഇതിൽ സാറേ, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ വേരിക്കോസ്, അതിൽ എനിക്ക് തോന്നിയ ഒരു സംശയമാണ്. കാരണം എന്റെ വീട്ടിൽ എന്റെ ഫാദർ, അദ്ദേഹം മരിച്ചുപോയി, അതിന് വേരിക്കോസിന്റെ ഒരു രോഗ അവസ്ഥ ഉണ്ടായിരുന്നു. അതിന്റെ ഒരുപാട് വേദനകൾ തിന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വേരിക്കോസിന്റെ പെയിൻ എത്രമാത്രമാണെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിനൊരു വെറൈറ്റി ആയിട്ടുള്ള, അല്ലെങ്കിൽ അതിനൊരു ചികിത്സ, ഒറ്റമൂലി എന്നൊക്കെ പറയുന്ന പോലെ അതിനി വരില്ല, അല്ലെങ്കിൽ അത് പൂർണ്ണമായും ഭേദം വന്നതിന് ശേഷമാണ് ഇവിടെ മിക്ക രോഗികളും ഇവിടെ വിട്ടു പോയിരിക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാണ് സാർ? അത് ശരിക്കും ഒരു ടാഗ് ലൈനും കൂടെ ഞാൻ സാറിനെ കുറിച്ച് കേട്ടു, അതായത് ആയുർവേദത്തിൽ ആദ്യമായിട്ട് വേരിക്കോസ് വെയിന് ചികിത്സ കണ്ടുപിടിച്ച വ്യക്തി എന്നുള്ളൊരു വലിയൊരു അപൂർവ ഒരു എന്താ പറയുക, ഒരു കഴിവ് താങ്കൾക്കാണുള്ളത്. അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമാണ്, ഞാൻ പറയാം മലയാളികളുടെ ഒരു ഭാഗ്യമാണ്. കാരണം ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇത് എത്രമാത്രം ഭാഗ്യമാണെന്ന് എനിക്ക് അറിയില്ല. സാർ അതൊന്ന് വിശദീകരിക്കാമോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? ഞാൻ യഥാർത്ഥത്തിൽ ആയുർവേദത്തിൽ ഈ വെരിക്കോസ് വെയിന്റെ ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന ഒരു സമയത്ത് പലപ്പോഴും എല്ലാവർക്കും സംശയമായിരുന്നു, ഈ ആയുർവേദത്തിൽ വെരിക്കോസ് വെയിന് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ആൾക്കാരുടെ പൊതുധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാൽവിന്റെ തകരാറ് കൊണ്ട് വരുന്നതാണ്, ഇനി സർജറി മാത്രമാണ് പരിഹാരം, വേറെ ഒരു പരിഹാരവുമില്ല എന്നൊക്കെയായിരുന്നു പൊതുവേ ഉള്ള ധാരണ. ആ ഒരു ധാരണ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ ആയുർവേദത്തിന്റെ ചികിത്സ, അതായത് വെരിക്കോസ് വെയിൻ ആയുർവേദ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തത്. പൊതുവേ ആൾക്കാരുടെ ധാരണ എന്താണ് വെരിക്കോസ് വെയിനെ പറ്റിയിട്ട്? എന്തുകൊണ്ട് വെരിക്കോസ് വെയിൻ വരുന്ന പൊതുവെ ആൾക്കാർ പൊതുവെ പറയുന്നത്, ഇപ്പൊ എന്റെ ഫാദറിനെ ഞാൻ കരുതിയിരുന്നു, ഈ താങ്കളെ കാണുന്നത് വരെയും, അല്ലെങ്കിൽ താങ്കളുടെ ചികിത്സകളെ കുറിച്ച് അറിയുന്നത് വരെയും പഠിക്കുന്നവരെയും ഞാൻ കരുതിയിരുന്നത് നിൽക്കുന്ന ഇപ്പൊ എനിക്കിടയ്ക്ക് ആലോചന ഞാൻ ചിന്തിക്കണം, എനിക്കിനി വെരിക്കോസ് വെയിൻ ഉണ്ടോ? കാരണം പപ്പയ്ക്ക് ബിസിനസ് ആയതുകൊണ്ട് തന്നെ പപ്പ നിന്നാണ് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്തിരുന്നത്. അപ്പൊ പപ്പ എപ്പോഴും കുറേ നേരം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരുന്നാണ് അദ്ദേഹം മരിക്കുന്നവരെ കരുതിയിരുന്നത്. ഞങ്ങളും അങ്ങനെ തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഇപ്പൊ അമ്മമാർക്ക്, എന്റെ അമ്മയ്ക്ക് കാലുവേദന വരുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഒരുപാട് നേരം നിൽക്കുന്നതുകൊണ്ട് അവർക്ക് അങ്ങനെ കാലിനൊരു നീർവീഴ്ച വരുന്നു, അതിന് ഞരമ്പുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നാണ് ഇത്രയും ദിവസവും ഞാൻ കരുതിയിരുന്നത്. തീർച്ചയായിട്ടും പലപ്പോഴും എല്ലാ ആൾക്കാരും കരുതുന്ന ഒരു കാര്യമാണ്, നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, അതല്ലെങ്കിൽ പറയും പാരമ്പര്യമാണെന്ന് പറയും. ഇനിയിപ്പോ അച്ഛനെയും അമ്മയും നമുക്ക് മാറ്റാൻ പറ്റുമോ? ഇല്ലല്ലോ എന്ന് പറയുന്നത് പോലെയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഇവിടുന്ന് ഇപ്പൊ നെല്ലിക്കുന്നത്ത് ഇങ്ങോട്ടേക്ക് പണ്ട് റോഡില്ല, നടന്നാണ് ആൾക്കാർ. അപ്പൊ അച്ഛന്റെ കാലഘട്ടത്തിൽ ചോദിച്ചപ്പോഴെന്താണ്, അച്ഛനൊക്കെ കൊട്ടാരക്കര വരെ നടന്നാ പോണെ. പക്ഷെ ഇന്ന് നമ്മളൊരു കുട്ടിയെ സ്കൂളിൽ ചേർക്കണമെങ്കിൽ ആദ്യം ചോദിക്കുന്നത് എന്താണ്, സ്കൂൾ ബസ് ഉണ്ടോ? അത്രമാത്രം വാഹന സൗകര്യമുള്ള ഈ കാലഘട്ടത്തിലാണ് വെരിക്കോസ് വെയിൻ കൂടുതലുള്ളത്. ഈ പഴയുള്ള ആൾക്കാർ നിൽക്കുകയും നടക്കുകയും ചെയ്യുന്നതിന്റെ അത്ര ഇന്നത്തെ ആൾക്കാർ നിൽക്കുന്നുണ്ടോ? അപ്പൊ നിൽക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ടാണ് വെരിക്കോസ് വെയിൻ വരുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെ നമുക്ക് പറയാം എന്നല്ലാതെ ഇതിന്റെ പരിഹാരമാവുന്നില്ല. ഇതിന്റെ യഥാർത്ഥമുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെറ്റായിട്ടുള്ള ആഹാര രീതിയും ജീവിതശൈലിയുമാണ്. പ്രധാനമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ താമസിച്ച് ആഹാരം കഴിക്കുക പലപ്പോഴും ഒരു പ്രശ്നമാണ്. തീർച്ചയായിട്ടും വെരിക്കോസ് വെയിൻ മാത്രമല്ല, പല രോഗത്തിലേക്ക് നയിക്കുന്നത് രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നത്. രാവിലെ എഴുന്നേക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപ്പൂറ്റി വേദന രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നതാണ്. ചിലർ രാവിലെ എഴുന്നേക്കുമ്പോൾ കുച്ചിപ്പൊടി അടിക്കുന്ന പോലെയാണ് നടക്കുന്നത്. രാത്രി താമസിച്ച് കഴിക്കുന്നതുകൊണ്ട് മാത്രം വരുന്നതാണ്. യഥാർത്ഥത്തിൽ എല്ലാത്തിനും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. ഒരു പൂ വിരിയുന്ന അതിന് സമയമില്ലേ എന്ന് പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു ബയോളജിക്കൽ ക്ലോക്ക് ഉണ്ട്. പകല് കണ്ടു കാണുന്ന ജീവികളുടെ എല്ലാം ഡൈജഷൻ അല്ലെങ്കിൽ മെറ്റാബോളിസം സൂര്യന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്കായിരിക്കും നല്ല ഡൈജഷൻ ഉള്ളത്. ഉച്ചയ്ക്ക് മാത്രമേ നമ്മൾ ഹെവി ഫുഡ് കഴിക്കാവൂ. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ തന്നെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങും, പിന്നെ ഹെവി ഫുഡ് കഴിക്കരുത്. സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരവും കഴിക്കരുത്. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക, പകല് കണ്ണു കാണുന്ന പക്ഷികളെ മൃഗങ്ങളെ ഒന്നും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല. അത് ശരിയാണ്. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചിട്ടാണ് അവർ ആഹാരം കഴിക്കുന്നത്. മനുഷ്യൻ മാത്രമാണ് ഇപ്പോൾ ഉള്ള സീരിയൽ മൊത്തവും കണ്ട് ഇപ്പോഴത്താണെങ്കിൽ യൂട്യൂബ് കൂടെ കണ്ടു കഴിഞ്ഞിട്ടാണ് ആഹാരം കഴിക്കാതിരിക്കുന്നത്. അപ്പൊ രാത്രി താമസിച്ച ആഹാരം കഴിക്കുന്ന വളരെ, രാത്രി ആഹാരം കഴിച്ചിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്തോളൂ. രാത്രി താമസിച്ച ആഹാരം കഴിച്ചത് ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്തില്ല, അത് അശുദ്ധ രക്തമായിട്ട് മാറും. അത് പലപ്പോഴും അത് അശുദ്ധ രക്തത്തിന് വെയിറ്റ് കൂടുതലാണ്, കാലിൽ വന്ന് കെട്ടിക്കിടക്കും, അതിലേക്കാണ് നയിക്കുന്നത്. മറ്റൊരു പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമിതമായിട്ടുള്ള എരിവാണ്. അത് ശരിയാണ്. ഈ സന്തോഷ് ജോർജ് കുളങ്ങരുടെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ അകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, അത് ലോകത്തെമ്പാടും പോയി ഫുഡ് കഴിച്ച് സഫാരി ചാനൽ. അതെ. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടാണ് ഇത്രയധികം എരിവ് കഴിക്കുന്ന ഒരു ജനത നമ്മുടെ കേരളത്തിലും പിന്നെ ആന്ധ്രയിലും കണ്ട് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ടുള്ളവർക്ക് അറിയാം അല്ലെ, അറബികൾ എന്തുമാത്രം എരിവ് കുറച്ചാ കഴിക്കുന്നത്, വൈറ്റ് പീപ്പിൾസ് എന്തുമാത്രം എരിവ് കുറച്ചാ കഴിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ സായിപ്പന്മാർ ഓടുമെന്ന്, അത്രയ്ക്ക് എരിവാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ മനുഷ്യ ശരീരത്തിന് വളരെ കുറച്ച് മാത്രം ആവശ്യമുള്ള സാധനമാണ് എരിവ്. എരിവ് കഴിച്ചുണ്ടാകുന്ന രക്തവും പഴം കഴിച്ചുണ്ടാകുന്ന രക്തവും ഉരുവിലിരിക്കും.
ഇല്ല. ഇതാണ് രോഗത്തിലേക്ക് നയിക്കുന്നത്. അതുപോലെ എരിവ്, പുളി, അച്ചാർ. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് ഞാൻ ആകെ 1-2 അച്ചാറാണ് കണ്ടുള്ളത്. ഇന്നത്തെ സ്ഥിതി എന്താണ്? അതെ, ഇന്ന് എല്ലാത്തിനും അച്ചാർ. എന്തിനെ കിട്ടിയാലും പിടിച്ചേക്കാൻ അച്ചാറിടും. എന്തൊക്കെ ടൈപ്പ് അച്ചാറുള്ളത്. സത്യം. ഈ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ നിന്നൊരു പേഷ്യന്റ് പറയുന്നിട്ട് അവിടെ മുള വരെ എടുത്ത് അച്ചാറിടുന്നു. അയ്യോ. ജമന്തിപ്പൂ അച്ചാറിടുന്നു വേറൊരു പേഷ്യന്റ് പറയുന്നു. ഇതേപോലെ എരിവും പുളിയും ഉപ്പുമുള്ള സാധനം അച്ചാറ് പോലെ അറിയില്ല. അച്ചാറ് കഴിച്ചുണ്ടാകുന്ന രക്തവും അതുപോലെ ഇങ്ങനെയുള്ള ആഹാരശീലങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ വെരിക്കോസ്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയാണെങ്കിൽ ആദ്യം കാലിന് കഴപ്പായിട്ടാണ് വരുന്നത്. കാല് കഴപ്പ്, കടച്ചിലെന്നൊക്കെ പറയും ആൾക്കാർ. അപ്പോൾ അതിന് നമ്മൾ വീണ്ടും ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് മസിൽ പിടുത്തത്തിലേക്ക് നയിക്കും. അതെല്ലാം ഈ അശുദ്ധ രക്തം നിൽക്കുന്നതുകൊണ്ടാണ്. പിന്നെയും നമ്മൾ ശ്രദ്ധിക്കാതെ അത് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ, ശരിയായ ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും ഇത് ഡിസ്കളറേഷനിലേക്ക് പല തരത്തിലുള്ള ഡിസ്കളറേഷൻ, ആദ്യം ബ്രൗൺ ആയിരിക്കും, പിന്നീട് ബ്ലാക്ക് ആയിരിക്കും, അങ്ങനെ ഡിസ്കളറേഷനിലേക്ക് മാറുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേജിലേക്ക് നയിക്കുന്നത്. പിന്നെയും നമ്മളാണെങ്കിൽ തെറ്റായുള്ള ഈ ആഹാര രീതി, ജീവിതശൈലി പിന്തുടരുമ്പോൾ ഇത് പലപ്പോഴും അവിടെ ചൊറിച്ചിലാവും, പലപ്പോഴും തന്നെ അങ്ങ് പൊട്ടും. യഥാർത്ഥത്തിൽ തന്നെ പൊട്ടുന്നത് ശരീരം സ്വയം ചെയ്യുന്നൊരു ട്രീറ്റ്മെൻറ്റാണ്. ശരീരത്തെ രക്ഷിക്കാനായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ പൊട്ടി പോകുമ്പോൾ പേഷ്യൻസിന് പലപ്പോഴും ആശ്വാസം കിട്ടുന്നത്. പിന്നെ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് വെരിക്കോസ് അൾസറായിട്ട് ഇത് മാറുന്നത്. അപ്പോഴാണ് വേദന സ്റ്റാർട്ട്. അതാണ് വലിയ തരത്തിലുള്ള വേദന. കൂടുതലും ഇവിടെ ആൾക്കാർ അങ്ങനെയാണ് വരുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആദ്യമാണെങ്കിൽ ഒരു മോഡേൺ അല്ലെങ്കിൽ അലോപ്പതി ഡോക്ടറെ കണ്ടിട്ട് വീണ്ടും മാറാതെ വരുമ്പോൾ അതിൻ്റെ ഒരു MD കണ്ടിട്ട് വീണ്ടും മാറാതെ വരുമ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് മാറാതെ വരുമ്പോഴാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. ജനങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ആയുർവേദത്തിലുള്ള അത് പണ്ടത്തെ നമ്മുടെ പാരമ്പര്യം ആയിട്ടുള്ളൊരു ഒരു ചികിത്സാ രീതിയാണല്ലോ ആയുർവേദം എന്ന് പറയുന്നത്. അന്നും ജനങ്ങൾ ജീവിച്ചിരുന്നു, അന്ന് രാജാക്കന്മാരുണ്ടായിരുന്നു. അല്ല, എന്നെ സംബന്ധിച്ചോളം ഇങ്ങനെ അങ്ങനെ മാറാതെ വരുന്നവർ വരുന്നതാണ് എനിക്കിഷ്ടം. അങ്ങനെ വന്നെങ്കിലേ നമ്മൾ പറഞ്ഞത് കേൾക്കത്തുള്ളൂ. അത് സത്യം. അല്ലെങ്കിൽ എപ്പോഴും ഒരു വിചാരിക്കും വേറൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഒരു ഓപ്ഷനും ഇല്ലെന്ന് പറയുമ്പോഴേ നമ്മൾ പറയുന്നത് വിശ്വസിക്കുക, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആഹാര രീതികളും ജീവിതശൈലികളും അവർ പിന്തുടരത്തുള്ളൂ. അത് ശരിയാണ്. കാരണം ഞാനിപ്പം ഇവിടെ ഡോക്ടർ പരിചയപ്പെടുത്തി അല്ലെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചാൽ പേഷ്യൻസ് നമ്മളോട് പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ 10, 13, 14, 15 വർഷം കഴിഞ്ഞവരാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിക്കുന്നുണ്ട്, അതായത് നിങ്ങൾ ഇപ്പം ഇതിനു മുമ്പ് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി, എന്തിന് തമിഴ്നാട്ടിൽ നിന്നും കോയമ്പത്തൂരിൽ നിന്നും പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ പേഷ്യൻസിനെ ഞങ്ങൾ കണ്ടു. അപ്പൊ അവരെല്ലാവരും പറയുന്നത് അവർ 10, 11, 12 ഒരു വ്യാഴവട്ട കാലത്തോളം ഈ വേദന സഹിക്കുകയാണ്. പലയിടത്തും പോയി കുറച്ച് നാള് ഇപ്പൊ ഈ കുത്തിവെച്ച് മാറ്റുന്ന ചികിത്സാ രീതി ഉണ്ടല്ലോ ഈ വേരിക്കോസിന്, പ്രശസ്തമായ ഹോസ്പിറ്റൽ നടത്തുന്നതാണല്ലോ. പക്ഷെ അവിടെ പോയ പേഷ്യൻസ് പറഞ്ഞത് 2 വർഷം അല്ലെങ്കിൽ 3 വർഷം കഴിയുമ്പോൾ പിന്നെയും വേദനയാണ്. അവിടെ പിന്നെ വേറൊരു സ്ഥലത്ത് പൊട്ടുന്നു, വേറെ കാലയിലുണ്ടാവുന്നു. അപ്പൊ ഇതിനൊരു അവസാനമില്ലേ ഡോക്ടറെ? ഇപ്പൊ നമ്മൾ ആയുർവേദം നമ്മൾ ഇവിടെ ഒരു വെരിക്കോസ് ചികിത്സ നേടി വന്ന ഒരു പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനം ഉണ്ടാവും ഈ വെരിക്കോസിന്? അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ, ഈ അകത്തുനിന്ന് മാറ്റണം. ഞാൻ പലപ്പോഴും നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറമെ ഒരു തരത്തിലുള്ള ഓയിൽമെന്റുകളോ ഒന്നും നമ്മൾ പുറമെ ഇടത്തില്ല. ഇത് അകത്തുനിന്ന് വരുന്നതാണ്. നിങ്ങളിപ്പോൾ ഒരു ഓസി കൂടെ വെള്ളം വരും, അത് നിങ്ങൾ അടച്ചു പിടിച്ചെന്ന് സംഭവിക്കും, വേടത്തല്ലെങ്കിൽ വേടത്ത് പൊട്ടും. അത് അകത്തുനിന്ന് വരുന്ന ബ്ലഡ് ആണെങ്കിൽ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും പ്രധാനം. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അശുദ്ധ രക്തത്തെ എടുക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, രക്തം ശുദ്ധീകരിക്കുന്ന മെഡിസിൻസ് ഉണ്ട്, പിന്നെ വസ്തി പോലുള്ള ട്രീറ്റ്മെന്റുകളുണ്ട്, കഷായ വസ്തി പോലുള്ള ട്രീറ്റ്മെന്റുകൾ ശരീരത്തെ മൊത്തത്തിലൊന്ന് ശുദ്ധീകരിച്ചെടുക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ലൈൻ ഓഫ് ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിച്ചെടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിന്റെ പോംവഴി. അപ്പം ഇത് ഈ വെരിക്കോസിൻ്റെതല്ലാതെ ഇവിടെ വേറെ മറ്റ് ട്രീറ്റ്മെന്റുകൾ, ഞാൻ പിന്നെ മറ്റേ നമ്മുടെ നടുവേദന വന്ന് ബൾജ് ചെയ്ത ആൾക്കാർ, അതുപോലെ ഈ കൈവേദനയുടെ ലിഗമെന്റ് ഇഞ്ചുറി ചെയ്യുന്ന ആൾക്കാർ, എല്ലാ തരത്തിലുള്ള രോഗികളും ഞാനിവിടെ പരിചയപ്പെട്ടു. സത്യത്തിൽ എമർജൻസി വെച്ചുള്ള എല്ലാ കണ്ടീഷനിലും നമുക്കാണെങ്കിൽ നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഉദാഹരണത്തിന് നമുക്കാണെങ്കിൽ ഡിസ്കിന്റെ പ്ലാസിനൊക്കെ ആണെങ്കിൽ നമുക്ക് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച ചികിത്സയാണ്. തീർച്ചയായിട്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ പോലും നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെന്റിന്റെ റിസൾട്ട് കിട്ടത്തില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമുക്കാണെങ്കിൽ ഡിസ്കിന്റെ പ്രൊലാപ്സിനകത്ത് കിട്ടുന്നത്. നമ്മളിത് വെറുതെ പറയുന്നതല്ല. നമ്മളാണെങ്കിൽ ഏതാണ്ട് 1000-ഓളം കേസുകൾ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഓഡിയോ, വീഡിയോ, വിഷ്വൽസ് സഹിതം റിസർച്ച് ചെയ്തിട്ടുണ്ട്. വെരിക്കോസിന്റെയും ചെയ്തിട്ടുണ്ട്, നടുവേദനയുടെയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ സിരജ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിനിസ്റ്റർ ആയിരുന്നു കണ്ടിരുന്നു. നമുക്ക് അതിന്റെ ഇനാഗുറേഷൻ, അതിന്റെ സെക്കൻഡ് പാർട്ട് ഈ വരുന്ന ഏപ്രിലിൽ വരുന്നുണ്ട്. അതും ഏതാണ്ട് 1000-ഓളം
20ഓളം കേസുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വരുന്ന പേഷ്യൻസിൻ്റെ ഓഡിയോ വീഡിയോ വിഷ്വൽ സഹിതം നമ്മളാണെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്. അതിന് വേണ്ടി മാത്രം ഒരു MD ഡോക്ടറുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു നമ്മൾ കൊടുക്കുന്ന പെർഫെക്ഷൻ വളരെ വലുതാണ്. ഇവിടൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ പുറമേ അല്ല തൈലം ഇടുന്നത്, ഉള്ളിലേക്കാണ് തൈലം കൊടുക്കുന്നത്. ഉള്ളി തൈലം കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അത് ചെറിയ അളവല്ല, വലിയ അളവിലാണ് കൊടുക്കുന്നത്. ആദ്യം നമ്മൾ 30, 60, 100, 120, 150, 200, 300 ml ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. ട്രീറ്റ്മെന്റ് ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന പോലെ തന്നെ വലിയ പ്രയാസമുള്ള ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ റിസൾട്ടും അതുപോലെ തന്നെയാണ്, അതുപോലെ അടിപൊളിയായിരിക്കും. അതെ അതെ അതെ. ഏറ്റവും മികച്ച ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ്. നമുക്ക് എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 5000-8000-ലധികം ഏതാണ്ട് ഒരു 10,000 പേഷ്യൻസിനെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഈ ഡിസ്കിന്റെ പ്ലാസ്റ്റിക് നമുക്ക് ചെയ്തിട്ടുണ്ട്. ദൈവാനുഗ്രഹം കൊണ്ട് ഒരാൾക്ക് പോലും വീണ്ടും തിരിച്ചു വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ തീർച്ചയായിട്ടും. അത് നമുക്ക് പലപ്പോഴും ആണെങ്കിൽ പേഷ്യൻസ് ആണെങ്കിൽ വേദന മാറിക്കഴിയുമ്പോഴാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്. പലപ്പോഴും ഈ ചില പേഷ്യൻസ് ഞാൻ എപ്പോഴും അവിടുത്തെ പറയാറുണ്ട്, നിങ്ങൾ തൈലം കൂടെ കഴിച്ചതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെന്റ് അവസാനിപ്പിക്കാവൂ. അല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വരും. പിന്നെയും ഇവിടെ അരിക്കൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തു അല്ലെങ്കിൽ വേറെടുത്ത് പോയി ചെയ്തിട്ട് വീണ്ടും വന്നെന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെടുത്ത് പോകാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് അവസാനത്തെ അത്താണി എന്ന് പറയണം. അങ്ങനെയാണ് ഇവിടെ പറഞ്ഞ മിക്ക പേഷ്യൻസ്. തീർച്ചയായിട്ടും. അപ്പോൾ അതായത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ആശ്രമം എനിക്ക് സത്യത്തിൽ ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ഒരു വീട് അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ സാറിന്റെ അമ്മയാണെങ്കിലും ഞാൻ കേട്ടിരിക്കുന്നതും അതായത് വീട്ടിൽ ഇവിടെ പേഷ്യൻസിന് ഒരിക്കലൊരു ഹോസ്പിറ്റലിൽ വന്ന് നിൽക്കുന്ന ഒരു അന്തരീക്ഷമല്ല ഇവിടെ. ശരിക്കും പുള്ളിക്കാരത്തെ ആണെങ്കിലും വന്ന് ആൾക്കാരോടൊപ്പം സാർ തന്നെ പറഞ്ഞു എന്റെ റൗണ്ട്സ് കഴിഞ്ഞാൽ അമ്മയുടെ ഒരു റൗണ്ട്സ്. തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ പുള്ളിക്കാരത്തിന്റെ പ്രത്യേകം സംഭവം സംസാരിക്കുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും അത് പറയാതിരിക്കാനാവില്ല. കാരണം അതാണ് ഇവിടുത്തെ പേഷ്യൻസിന് ഒരു വീടെന്ന് തോന്നുന്നു എന്ന് എനിക്ക് ഞങ്ങൾ വന്നപ്പോഴും ഞങ്ങളെ ഒരു അതിഥികളായിട്ടല്ല കണ്ടിരിക്കുന്നത്, ഇവിടുത്തെ ഒരു അന്തേവാസികളായിട്ട് പരിഗണിച്ചുകൊണ്ടാണ് നമ്മളെ കൊണ്ട് നടന്ന് കാണിക്കുകയും നമുക്ക് ആഹാരങ്ങൾ തരികയും ഭക്ഷണം തരികയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു മുഖത്ത് സന്തോഷമുണ്ട്. സാധാരണ ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോൾ വേദന കൊണ്ട് ദയനീയ അവസ്ഥയിലാണ്. അതിപ്പം ആയുർവേദം ആയാലും ഹോമിയോ ആയാലും അലോപ്പതി ആയാലും രോഗികളുടെ അവസ്ഥ എന്നാലും കഷ്ടം തന്നെ ആയിരിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു അന്തരീക്ഷമായിരിക്കും അവർക്ക് ഇത്ര ഒരു പോസിറ്റീവ്നെസ് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അതിനകത്ത് അമ്മയാണെങ്കിൽ എന്റെ റൗണ്ട്സ് കഴിഞ്ഞാൽ ഓരോ പേഷ്യൻസിന്റെയും പോയി അവിടെ ചെന്നിട്ടാണെങ്കിൽ അവിടെ രോഗവിവരങ്ങൾ അന്വേഷിക്കുകയും അതിന്റെ ചികിത്സാ രീതി എങ്ങനെയാണ്. നമ്മളിപ്പോൾ പറയുമ്പോൾ നമുക്ക് സമയത്തിന്റെ ഒരു പരിമിതിയുണ്ട്. അമ്മയ്ക്കാകുമ്പോൾ അങ്ങനെ പ്രശ്നമില്ല. അപ്പോൾ ആണെങ്കിൽ പോയിച്ചിട്ടാണെങ്കിൽ അവർക്ക് വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും അതേപോലെ അമ്മയ്ക്ക് ഈ ഓരോ ആഹാരത്തെ പറ്റിയിട്ടും ഈ ട്രീറ്റ്മെന്റിനെ പറ്റിയിട്ടും ഒക്കെ നല്ല അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു ട്രീറ്റ്മെന്റ് ഏതൊക്കെ ആഹാരങ്ങളാണ് ഒഴിവാക്കേണ്ടത്, എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അടുത്തുള്ളത്, വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. അത് പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നുണ്ട് നമുക്ക്. അതായത് നമ്മളിപ്പോൾ ഞാൻ ഇവരോട് പറയുമായിരുന്നു നമ്മുടെ ടീംസിനോട്, ഇവിടെ ഒരു റിസോർട്ടിലേക്കാണോ പോകുന്നത് എന്നൊരു ചോദ്യമായിരുന്നു എനിക്ക്. അതായത് രണ്ട് അപ്പുറത്തും ഇപ്പുറത്തും പച്ചപ്പ്. അതായത് അവിടെ ആ വഴിയിൽ നമ്മുടെ ഈ അരീക്കൽ ഹോസ്പിറ്റലിന്റെ പേര് ബോർഡ് ഉണ്ടെന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നല്ലോ. ആ ബോർഡ് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മളൊരു വലിയ റിസോർട്ടിലേക്ക് പോകുന്ന ഒരു ഫീലാണ്. എന്നാൽ ഞാൻ അങ്ങനെ ആഡംബരം എന്നല്ല ഉദ്ദേശിച്ചത്, മറിച്ച് ആ ഒരു പ്രകൃതിയുടെ ഒരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എന്താണ് ഇത്? ശരിക്കും താങ്കളുടെ സ്വന്തം സ്ഥലമാണോ അതോ കുടുംബപരമായിട്ട് ഇങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. അതായത് നമ്മളാണെങ്കിൽ ആദ്യം എന്റെ OP തന്നു വെച്ച് കഴിഞ്ഞാൽ പഴയ കളിയിലായിരുന്നു, അതായത് നെൽപ്പുരയായിരുന്നു. ഈ നെൽപ്പുരയാണ് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് OP ആക്കിയത്. ഞാൻ അതാണെങ്കിൽ കോളേജിൽ വർക്ക് ചെയ്തുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ 3 ദിവസം ഞാനാണെങ്കിൽ ഇവിടെ വന്ന പേഷ്യൻസിനെ കൺസൾട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഞാൻ പല ദിവസങ്ങളും വരാതിരുന്നെങ്കിൽ പോലും ആ പേഷ്യൻസ് എന്നെ കാത്തു നിൽക്കുന്നൊരവസ്ഥയുണ്ടായി. പിന്നെ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിയപ്പോഴാണ് ഞാൻ പതുക്കെ ഈ OP ആണെങ്കിൽ നമ്മളാണെങ്കിൽ IP ആക്കിയിട്ട്, ആദ്യം ഈ ബിൽഡിങ്ങെല്ലാം എല്ലാം ഒരു പ്രത്യേക രീതിയിലായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പേഷ്യൻസിനനുസരിച്ചിട്ടാണ് റൂമുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ആദ്യം 2 OP മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നീട് 10ആയി, 20ആയി. ഇപ്പം നിലവിൽ നമുക്ക് ഏതാണ്ട് 44 റൂംസ് ഉണ്ട് നമുക്കിപ്പോൾ നിലവിൽ. അപ്പോൾ ആ പേഷ്യൻസിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ചിട്ടാണ് നമ്മളാണെങ്കിൽ റൂംസിൻ്റെ എണ്ണമാണെങ്കിൽ വർദ്ധിപ്പിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രോഗികളുടെ ഒരു ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലും വലിപ്പവും വർദ്ധിപ്പിച്ചത്. അപ്പോൾ ഇവിടെ തന്നെ അവർ താമസിച്ചാണല്ലോ ചികിത്സ തേടുന്നത്. അപ്പോൾ അവരുടെ ആഹാര കാര്യങ്ങളെല്ലാം പഥ്യങ്ങളെല്ലാം നമ്മൾ ഹോസ്പിറ്റലിൽ നമ്മുടെ ഇവിടെ നിന്നാണോ കൊടുക്കുന്നത്? തീർച്ചയായിട്ടും. നമുക്കാണെങ്കിൽ ഇവിടെ കൊടുക്കുമ്പോൾ ഈ നമ്മൾ ഇവിടുന്ന് തരുന്ന ഫുഡ് മാത്രമേ കഴിക്കാവൂ. ഞാൻ ചിലപ്പോൾ ഒന്ന് കയറി ചെക്ക് ചെയ്യും വേറെ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നുള്ളത്. മാത്രമല്ല ഇവർക്ക് എല്ലാവർക്കും ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ട് വേണമെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എന്തൊക്കെ ആഹാര രീതികളാണ്, രോഗത്തെ പറ്റിയിട്ടൊക്കെ അവർക്കാണെങ്കിൽ എന്തൊക്കെ സംശയമുണ്ടോ അതെല്ലാം കൃത്യമായിട്ട് നമ്മളാണെങ്കിൽ ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്.
ഏതൊക്കെ ആഹാരങ്ങളാണ് കഴിക്കേണ്ടത്, എന്തൊക്കെ ആഹാരം എന്തുകൊണ്ട് കഴിച്ചുകൂടാ, ഇതിനെപ്പറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് ഡിസ്കഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ് തന്നെ നമുക്ക് വളരെ പ്രധാനമാണ്. ശരിക്കും ഇപ്പോൾ സാറിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാറിന്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം അതിൽ മൊത്തം സമർപ്പിച്ചിരിക്കുകയാണ് സാറിനതെന്ന് തോന്നും. അപ്പോൾ അത് ശരിക്കും സാറിന്റെ ഒരു പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു ഇതാണോ ആയുർവേദത്തിലേക്ക് പോകാനുള്ള താല്പര്യം, അതോ സാറിന്റെ എന്തായിരുന്നു സാറിന്റെ ഇൻസ്പിറേഷൻ ഇത്രയും ഒരു വലിയ സംരംഭത്തിലേക്ക് ഇത് എത്താനുള്ള ഒരു കാര്യം? അതായത് എൻ്റെ ചേച്ചി ഇതേപോലെ ആരോ ഡോക്ടറാണ്. അപ്പോൾ അന്ന് തന്നെ ഞാൻ കോളേജിൽ പോകുന്നുണ്ടായിരുന്നു. എന്നെപ്പറ്റി ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചത് എൻ്റെ ഗുരുനാഥൻ എന്ന് വെച്ച് കഴിഞ്ഞാലും എൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡാണ്, ബ്രദറിലെയാണ്, ശ്യാമകൃഷ്ണൻ ഡോക്ടർ. അദ്ദേഹം വലിയ ഡെഡിക്കേറ്റഡ് ആണ് ആയുർവേദത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ. അദ്ദേഹം കോസ്റ്റ് എഫക്റ്റീവ് ട്രീറ്റ്മെന്റിന്റെ ഒരു വക്താവ് കൂടിയാണ്, ചെലവ് കുറഞ്ഞ ചികിത്സ രീതിയുടെ വക്താവ് കൂടിയാണ്. അദ്ദേഹമാണ് ഈ ചെലവ് കുറഞ്ഞ ചികിത്സകളെല്ലാം തന്നെയാണെങ്കിൽ പലതും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്ന് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ആണ് നമ്മളിവിടെ പൂർണ്ണമായിട്ട് ഫോളോ ചെയ്യുന്നത്. അതെ, ഇപ്പൊ അത് കോസ്റ്റ് ഓഫ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കണം ജനങ്ങളുടെ അറിവിലേക്കായിട്ട്. വേറെ ഒന്നുമല്ല, സ്വാഭാവികമായിട്ടും ഈ ആയുർവേദത്തിലേക്ക് ജനങ്ങൾ വരാൻ മടിക്കുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട്. ഒന്നത്തെ കാര്യം ഈ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് ലഭ്യത കുറവ്, പിന്നെ കോസ്റ്റ്. അതായത് നോർമലി നമ്മളൊരു പാരാസെറ്റമോളോ അല്ലെങ്കിൽ ഒരു ഡോളോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറപ്പോ മേടിച്ച് കഴിക്കുന്ന പോലെയോ അല്ല. ഒരു ആയുർവേദ ശാലയിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോൾ 500 രൂപ അല്ലെങ്കിൽ 1000 രൂപ ഏറ്റവും കുറഞ്ഞതാകും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് വെരിക്കോസ് വെയിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ഇതുപോലെ നടുവേദന ഇപ്പം എന്തും ആയിക്കോട്ടെ, അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഓർഡറിലാണല്ലോ സാർ ഇതെല്ലാം ചെയ്യുന്നത്, കൃത്യമായ ചെലവുകളും കാര്യങ്ങളും. അപ്പോൾ രോഗികൾക്ക് ഇത് താങ്ങാൻ പറ്റുമോ? സാധാരണക്കാർക്ക് ഞാനിവിടെ സാധാരണക്കാരെ കണ്ടുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. അതെ, നമ്മൾ തീർച്ചയായിട്ടും സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളെ സംബന്ധിച്ചോളം രോഗം മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ അഡ്മിറ്റ് ആവുന്ന ഒരു പേഷ്യൻ്റെ കയ്യിൽ നിന്നും മുൻകൂർ പൈസ വാങ്ങിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. രോഗം മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫീസ് വാങ്ങിക്കുന്നത്. ആ ഫീസ് പോലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഒരു റൂം റെന്റിന്റെ തുകയ്ക്കകത്ത് നമ്മൾ എത്ര ട്രീറ്റ്മെൻ്റ് ആണ്, ഇപ്പോൾ 1 2 ചിലപ്പോൾ അവിടെ പല രോഗം ഉണ്ടാക്കും, എത്ര ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും എത്ര മെഡിസിൻ ഉണ്ടെങ്കിലും ഏതാണ്ട് ഒരു റൂം റെൻറ്റിൻ്റെ തുകയ്ക്കാണ് നമ്മളാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇവിടെ നടത്തുന്നത്. നിങ്ങളിപ്പോൾ ഗൂഗിളിനകത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണ ഒരു ആവറേജ് ട്രീറ്റ്മെൻറ്റിൻ്റെ പകുതിയുടെ പകുതി പൈസ മാത്രമാണ് നമുക്കാണെങ്കിൽ ഇവിടെ എടുക്കുന്നത്. ഏതാണ്ട് 1750 രൂപയാണ് നമുക്കാണെങ്കിൽ ഒരു റൂം റെൻറ്റ്, മെഡിസിന്, ട്രീറ്റ്മെൻറ്റ്, നഴ്സിംഗ് ചാർജ്, ഡോക്ടേഴ്സ് ചാർജ്, ഇത് കൂടാതെ ക്ലീനിങ് ചാർജ്, ഇതെല്ലാം ഉൾപ്പെടെ ഒറ്റ പാക്കേജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഈ പാക്കേജ് എന്നൊക്കെ പറയുമ്പോൾ സാറേ വലിയ വലിയ തുകകളാണ് മറ്റേ പാക്കേജ്. മറ്റൊരു നിങ്ങളിപ്പോ ഒരു ഹോട്ടലിൽ പോയി റൂം എടുക്കണമെങ്കിൽ 2000-2500 രൂപയാവും. അതെ, റൂം റെന്റ് മാത്രം. ഇത് റൂം റെന്റ് മാത്രം. ഇതിന്റെ അകത്ത് ട്രീറ്റ്മെന്റ്, റൂം റെന്റ് എല്ലാം ഉൾപ്പെടെ നമ്മൾ ഈ ഒരു തുകയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ 1750, അതായത് 1750, 2000 താഴെ. ഇപ്പൊ ഒരു സാധാരണക്കാരന് വന്നത്, അതായത് ഇപ്പൊ ഒരാൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ വെരിക്കോസിന്റെ അല്ലെങ്കിൽ നടുവേദനയായിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് ജോയിൻ ചെയ്യുന്നു, അദ്ദേഹം ഒരു 5 ദിവസം അല്ലെങ്കിൽ 10 ദിവസം ഇവിടെ നിൽക്കുന്നു. അപ്പൊ ഈ പാക്കേജ് ആകത്തുള്ളൂ. ഇനി വേറെ എക്സ്ട്രാ അവർക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഈ പാക്കേജിനകത്ത് ഉൾപ്പെടുത്തും. നമ്മളെ സംബന്ധിച്ചുള്ള രോഗിയുടെ രോഗം മാറ്റി വിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു രോഗിയുടെ രോഗം മാറ്റി വിട്ട് കഴിഞ്ഞാൽ അവരാണെങ്കിൽ 10 പേരെ കൊണ്ടുവരും. തീർച്ചയായിട്ടും. കാരണം അവിടെ ഞാൻ വേറെ എങ്ങും പരസ്യം കാണാൻ റീസണും ഇത് തന്നെ ആയിരിക്കും, മൗത്ത് പബ്ലിസിറ്റി ആണ്. പിന്നെ സ്വാഭാവികം സാറിന്റെ ഒരു നോർമലി ഇന്ന് എല്ലാവരും ഓൺലൈൻ വഴിയാണ് എല്ലാം ചെക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാം പേജ് ആയാലും യൂട്യൂബ് അക്കൗണ്ട്സ് ആയാലും എല്ലാം ഉണ്ടാവണം. കാരണം അതില്ലെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ല. നമ്മളിപ്പോ ആയുർവേദമാണ്, അലോപ്പതിയാന്ന് പറഞ്ഞാൽ ജനങ്ങളിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ഗൂഗിളിലാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ സാറിന്റെ വിവരങ്ങൾ ലഭ്യമാണ്. പക്ഷെ വേറൊരു പരസ്യമോ അല്ലെങ്കിൽ മറ്റൊരു ചാനലുകളോ നമുക്ക് ഈ സാറ്റലൈറ്റ് ചാനലുകളോ ഒന്നും കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാനും ആലോചിച്ചത്, ഞാനിവിടെ വന്ന് ഇതിനെ കുറിച്ച് എടുക്കണമെന്ന് ചിന്തിച്ചപ്പോൾ ഞാൻ ആലോചിച്ചതിന്റെ കാരണം എനിക്കും ആദ്യം എന്തായിരിക്കും ചിലപ്പോൾ ഇവിടെ വന്ന് ഇത് എടുക്കേണ്ട ഒരു കാരണം എന്തായിരിക്കും, നിയോഗമായിരിക്കാമെന്നാണ് ചിന്തിച്ചത്. കാരണം ഇത്രയും ഒരു സംരംഭം ഇത്രയും കുറഞ്ഞ ചെലവിൽ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് കൊടുക്കുന്നത് ലോകജനത അറിയണമെന്നൊരു നിയോഗം ചിലപ്പം എന്നിലും ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും. മാത്രമല്ല നമുക്കാണെങ്കിൽ ഇപ്പൊ ഇൻഷുറൻസ് കവറേജ് എല്ലാത്തിനും കൊടുക്കുന്നുണ്ട് ഗവൺമെന്റിന്റെ. പണ്ടൊക്കെ ആണെങ്കിൽ ആയുർവേദത്തിന് നിശ്ചിത പെർസെന്റേജ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഏതാണ്ട് പല പേഷ്യന്റുകളുടെയും ഒരു ഒപ്പീനിയൻ അനുസരിച്ചിട്ട് ഫുൾ കവറേജ് ആണെങ്കിൽ ഇപ്പൊ ആയുർവേദത്തിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇൻഷുറൻസ് കവറേജ് പ്രൈവറ്റ് ഇൻഷുറൻസ്, ഗവൺമെന്റ് ഇൻഷുറൻസ് അല്ല, പ്രൈവറ്റ് ഇൻഷുറൻസ് എല്ലാം തന്നെ നമ്മുടെ ഹോസ്പിറ്റലിന് ഭാഗമാണ്. ഓക്കെ, എങ്കിലും സാറേ ഞാൻ ചോദിക്കണമെന്നൊന്നും തോന്നരുത്, വേറെ ഒന്നുമല്ല. ഞാൻ ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജസുകൾ മില്യൻസ് അടിച്ച സാറിന്റെ കുറച്ച് ചികിത്സ കുറെ കാര്യങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടിരുന്നു. അപ്പോൾ അതിൽ കുറെ അധികം ആൾക്കാർ താഴെ വന്നിട്ട് കുറെ അധികം എന്ന് പറയത്തില്ല, കുറച്ചധികം ആൾക്കാർ വന്നിട്ട് ഞാൻ കുറെ സൈബർ ബുള്ളിങ് നേരിട്ട ഒരാളായതുകൊണ്ട് എനിക്കത് വലുതായിട്ട് തോന്നിയില്ല. അത് ഞാൻ അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം എന്റെ ഷോ എങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ് സൈബർ സാറുകൂടെ സമാധാനത്തോട് ശാന്തതയോടുകൂടി വളരെ മൗനിയായിട്ട് ആൾക്കാരോട് പേഷ്യന്റിനോട് മാത്രം സംസാരിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് എതിരെ ഒരു സൈബർ ബുള്ളിങ് പോലെ അവിടെ ഇങ്ങനെയാണ്, അവിടെ പൈസ മേടിക്കുന്നതിന് പറയുന്നത് ഇതാണ്
ഉണ്ടാകുന്നത്. കുറേ സൈബർ ആക്രമണം ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഓർക്കുകയാണ്, എടാ ഇതൊരു പരോപകാരമല്ലേ ചെയ്യുന്നത്, ഇതിനും എന്താണ് ഇവിടെ ഒരു സൈബർ ബുള്ളിങ്? ശരിക്കും പറഞ്ഞാൽ സാറിന് അത്ര ശത്രുക്കളൊക്കെ ഉണ്ടോ ഇവിടെ? ഞാൻ ഇങ്ങനെ പറയുന്നിടത്ത് ഒറ്റ കാര്യമേ പറയത്തുള്ളൂ. നിങ്ങൾ ആദ്യം വന്നിട്ട് ഈ കിടക്കുന്ന പേഷ്യൻസിന്റെ അടുത്ത് നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കുക. ഈ സൈബർ ബുള്ളിങ് എഴുതുന്ന ഏതൊരു ആൾക്കാർക്കാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആ സൈബർ നിങ്ങളുടെ കമന്റ് എഴുതുന്ന ആൾക്കാരാണെങ്കിൽ, എനിക്ക് അവിടുത്തെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, നേരെ വരിക, ഈ കിടക്കുന്ന പേഷ്യൻസിനടുത്ത് നിങ്ങൾ ഒപ്പീനിയൻ ചോദിക്കുക. എന്നിട്ട് നിങ്ങളാണെങ്കിൽ കമന്റ്സ് ഇടുക. പിന്നെ വെറുതെ കമന്റ്സ് ഇടാനായിട്ടിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്, നമുക്ക് അവർക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ ഇവിടെ വരിക. ഞാനും വരുന്ന പേഷ്യൻസ്, പുതുതായിട്ട് വരുന്ന പേഷ്യൻസ് എടുത്ത് ഞാൻ എപ്പോഴും നിർദ്ദേശിക്കുന്ന കാര്യമാണ്, ഇതേ രോഗമായിട്ട് ഇന്ന റൂമിൽ പേഷ്യന്റ് കിടപ്പുണ്ട്, നിങ്ങൾ ഇതേ രോഗമാണ്, നിങ്ങൾ അവിടുത്തെ ഒപ്പീനിയൻ ചോദിച്ചിട്ട് നിങ്ങളും പിന്നെ ട്രീറ്റ്മെന്റ് ചെയ്താൽ എടുത്താൽ മതി. അതെ, ഒറ്റ കാര്യം നമ്മൾ പറയുന്നുള്ളൂ, നിങ്ങൾ ഈ ഇവിടെ വന്ന പേഷ്യൻസിന്റെ അടുത്ത് അവരുടെ അനുഭവം ചോദിക്കുക. അത് മാത്രം മതി. ജീവിക്കുന്ന തെളിവുകളെക്കാളും വലിയ തെളിവുകളാണ്. സാറേ, ഈ നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ വീട്ടിൽ എന്റെ മോൾക്കാണെങ്കിലും അലർജീസ് ഉണ്ട്. അതായത് ത്വക്ക് രോഗങ്ങൾ, അതായത് കാലിങ്ങനെ കറുത്തിരിക്കുക, സൈഡിൽ എണ്ണ വെച്ചില്ലെങ്കിൽ ഇങ്ങനെ വന്ന് പൊട്ടുക, ഡാൻഡ്രഫ്, അതുപോലെ മറ്റാൾക്കാർക്ക് തുമ്മൽ. എന്റെയൊക്കെ കസിൻസ് ഒക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും തുമ്മുക. അപ്പോൾ ഇപ്പൊ എന്റെ നെവ്യൂനും ഉണ്ട്, അവനെ ഈ പറഞ്ഞ സോഫയിലൊന്നും ഇപ്പൊ ഇരുത്തത്തില്ല, തറയിൽ ഇരുത്തത്തില്ല, പേടിച്ചിട്ട് തുമ്മും. അപ്പൊ ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ഈ തുമ്മൽ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കട്ടെ, കുട്ടികൾ ഇത് എങ്ങനെ പഠിക്കും, അവർക്ക് കളിക്കാൻ പറ്റത്തില്ല, പൊടിയിൽ ഇറക്കത്തില്ല. അപ്പൊ അതിനൊക്കെ ഇവിടെ ചികിത്സ ഉണ്ടോ ഡോക്ടറെ? നമ്മൾ തുമ്മലിന് എന്തൊക്കെയാണ് തുമ്മലിന്റെ കാരണമായിട്ട് നമ്മൾ പറയുന്നത്? എന്റെ വീട്ടിലൊക്കെ പറയുന്ന കാരണം ഇപ്പൊ ഞാൻ പിന്നെ പൊടി കൊണ്ടാണ് തുമ്മൽ വരുന്നെങ്കിൽ പൊടി അടിക്കുന്ന എല്ലാവർക്കും തുമ്മൽ വരണ്ടേ? അതൊരു ചോദ്യമാണ്. നിങ്ങൾ ഉള്ളി അരിയുമ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരിക. അതെ, അത് എല്ലാവർക്കും വരുന്നതാണ്. അത് കണ്ണിന്റെ പ്രശ്നമല്ല, ഉള്ളിയുടെ പ്രശ്നമാണ്. പൊടി കൊണ്ടാണ് തുമ്മൽ വരുന്നെങ്കിൽ പൊടി അടിക്കുന്ന എല്ലാവർക്കും തുമ്മൽ വരണ്ടേ? അങ്ങനെ ഉണ്ടാവുന്നില്ലല്ലോ. പൊടി അടിക്കുമ്പോൾ ചിലർക്ക് മാത്രം എന്തുകൊണ്ട് തുമ്മൽ വരുന്നു? അത് പൊടിയുടെ പ്രശ്നമല്ല, മറിച്ച് പൊടിയെ പ്രതിരോധിക്കാനുള്ള നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറവുകൊണ്ടാണ്. ആ ഇമ്മ്യൂണിറ്റി എവിടെ നിന്ന് വരുന്നു? അത് നമ്മളുടെ ആഹാര രീതി അല്ലെങ്കിൽ ജീവിതശൈലി എന്നാണ് വരുന്നത്. നമ്മുടെ ശരീരം 80% ആൽക്കലൈൻ ആയിരിക്കണം, 20% മാത്രം മതി അസിഡിറ്റി. പക്ഷെ ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ ബേക്കറി സാധനങ്ങളെ വറുത്ത് കണപ്പാണെങ്കിൽ, നമ്മളൊക്കെ പണ്ട് മുതലേ പറയുന്നതാണ് എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കണമെന്ന്. പക്ഷെ ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എണ്ണപ്പലഹാരങ്ങളെ എല്ലാം റെഡ് ലിസ്റ്റിൽ പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ പൊടിയെ കുറ്റം പറഞ്ഞുകൊണ്ടോ, പുകയെ കുറ്റം പറഞ്ഞുകൊണ്ടോ, കാലാവസ്ഥയെ കുറ്റം പറഞ്ഞുകൊണ്ടോ, തണുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടോ രോഗം മാറത്തില്ല. രോഗം മാറണമെങ്കിൽ ഈ പറയുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുക. നമ്മുടെ ശരീരം 80% ആൽക്കലൈൻ ആയിരിക്കണം. പക്ഷെ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ 80 എന്നുള്ളത് കുറഞ്ഞ് 70 ആവും, 70 എന്നുള്ളത് കുറഞ്ഞ് 60 ആവും, 60 എന്നുള്ളത് കുറഞ്ഞ് 50 ആകുമ്പോഴാണ് ആദ്യത്തെ തുമ്മൽ വരുന്നത്. എപ്പോൾ തുമ്മൽ വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ബോഡിയിൽ അസിഡിറ്റി കൂടിയിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് മാത്രമാണ് അത് വരുന്നത്. നമുക്ക് വളരെ ലളിതമായിട്ട് മാറ്റാവുന്നതാണ് ഈ പറയുന്ന രോഗങ്ങളൊക്കെ തന്നെ. ഒറ്റയാഴ്ച കൊണ്ട് മാറ്റാവുന്നതാണ്. വയറ് ക്ലീൻ ചെയ്ത് നമ്മൾ മെഡിസിനോടെ കഴിച്ചാൽ മാത്രം മതി. വളരെ ലളിതം. പലപ്പോഴും ഞാൻ കാണുന്നതാണ്, തുമ്മലിന് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ശ്വാസമുട്ടലാവും. ശ്വാസമുട്ടലിന് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആസ്മയാവും. ആസ്മയ്ക്ക് മരുന്ന് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ എല്ലാ ജോയിന്റിലും പെയിൻ വരും. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുന്ന ആസ്മയ്ക്കാണെങ്കിലും തുമ്മലിനാണെങ്കിലും ഒക്കെ ആണെങ്കിൽ വളരെ ലളിതമായ രോഗത്തിൻ്റെ കാരണത്തെ മാറ്റണം. രോഗത്തിൻ്റെ കാരണത്തെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് മാറ്റാവുന്നതാണ്. അയ്യോ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ബന്ധുവുണ്ട്, റിലേറ്റീവാണ്. അവള് വളരെ മിടുക്കി കുട്ടിയാണ്, 10-24 വയസ്സേ ഉള്ളൂ, വളരെ സ്മാർട്ടാണ്. പക്ഷെ ഇതാണ്, തണുപ്പ് വന്നാലും മഴ വന്നാലും പുള്ളിക്ക് പുറത്തിട്ട് ലളിതമായിട്ട് മാറ്റാവുന്നത്, വലിയ സംഭവമൊന്നുമല്ല. സീരിയസ്ലി ഞാനിത് പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. കാരണം ഭയങ്കര ക്രോണിക് ആയിട്ട് ഒരു. ഇതേപോലെ തന്നെയാണ് ഡാൻഡ്രഫ്. ഞാനിപ്പോൾ പലപ്പോഴും കാണുന്ന കാര്യമാണ്, ഇന്നത്തെ തലമുറയേക്കാൾ ആരോഗ്യക്കുറവാണ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്. സത്യം. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കഴിഞ്ഞ 10-20 വർഷമായിട്ട് മാറിയ നമ്മുടെ ആഹാര രീതിയും ജീവിതശൈലിയുമാണ്. ഞാനിപ്പോൾ പലപ്പോഴും സ്കൂളുകളിലൊക്കെ ക്യാമ്പിന് മുമ്പ് കാണുന്ന മിക്കവാറും കുട്ടികൾക്കെല്ലാം രോഗങ്ങൾ, പ്രത്യേകിച്ച് ഡാൻഡ്രഫ് ഉള്ള രോഗങ്ങൾ. ഡാൻഡ്രഫിനെ കുറിച്ച് നമ്മൾ എന്തുകൊണ്ടാണ് ഡാൻഡ്രഫ് വരുമെന്ന് പറയുന്നത്? അത് ഇപ്പൊ എന്റെ മോക്ക് ഡാൻഡ്രഫ് ഉണ്ട്. അതായത് വലിയ പരണ്ട പോലത്തെ ഡാൻഡ്രഫ് ആവക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മൾ കാരണം പറയുന്നത്? കാരണം ഡോക്ടർ, ഞാൻ മെഡിസിൻ ഇംഗ്ലീഷ് ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നത് അത് മറ്റേ പാരമ്പര്യമാണ്, ഇങ്ങനെ അവർക്ക് ആൻസെസ്ട്രലി വരുന്നതാണ് അലർജി. അതൊക്കെ പിന്നെ പറയാം. നിങ്ങൾ 5 വർഷം മുമ്പ് ചോദിക്കുകയാണെങ്കിൽ, ഞാനിത് പല പേഷ്യൻസിനടുത്തും ക്ലാസ് എടുത്തുകൊണ്ട് പറഞ്ഞതാണ്. അവർ പറയുന്നത് എന്തായിരുന്നു അറിയാം? പണ്ട് ചോദിക്കുകയാണെങ്കിൽ, 5 വർഷം മുമ്പ് ചോദിക്കുകയാണെങ്കിൽ ചീപ്പിലൂടെ പകരുന്നതാണ്. വനിതയ്ക്കകത്തൊക്കെ അങ്ങനെ കൊടുക്കുന്നത്, ചീപ്പിൻ്റെ അകത്തൂടെ പകരുന്നതാണ്, തോർത്തിൻ്റെ അകത്തൂടെ പകരുന്നതാണ്. ഇതൊന്നുമല്ല, അവനവൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടുവരുന്നതാണ്. ഇത്തരത്തിലുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ അസിഡിറ്റി കൊടുക്കുമ്പോൾ ശരീരം അത് ബോഡിയിൽ നിന്ന് കളയുന്നതാണ് ഡാൻഡ്രഫായിട്ട്. വയറ് ശരിയാക്കിയാൽ മതി, ഡാൻഡ്രഫ് സ്വിച്ച് ഇട്ട പോലെ മാറും. അപ്പൊ ഈ കുട്ടികളുടെയൊക്കെ മാറ്റാൻ സാധിക്കുമോ?
സ്വിച്ച് നിങ്ങൾ ഇനിയിപ്പോൾ എന്ത് ആൻറ്റി ഡാൻഡ്രഫ് ഷാമ്പു തേച്ചാലും ആൻറ്റി ഡാൻഡ്രഫ് ഓയിൽ തേച്ചാലും 2 ദിവസത്തേക്ക് മാറും, 3ാമത്തെ ദിവസം വീണ്ടും വരും. അതെ. വയറ് ശരിയാക്കാതെ ഇനി എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പുറമെ എന്ത് കഴിഞ്ഞാലും മാറുന്നത് അകത്ത് ശരിയാക്കിയാലേ മാറത്തുള്ളൂ. വയറ് ശരിയാക്കി കഴിഞ്ഞാൽ വളരെ ലളിതമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്, പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ആൾക്കാർ ഇന്നത്തെ തലമുറയുടെ ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കണ്ടിരിക്കുന്നത്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഉൾപ്പെടെ അവർ പറയുന്നത് മൈഗ്രെയിൻ. അതായത് വെയിലത്തിറങ്ങാൻ പറ്റത്തില്ല, പിന്നെ എന്നെ തലകറക്കം, മൈഗ്രെയിൻ കൂടി കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരാളെ ഛർദ്ദിലായി, പിന്നെ അങ്ങനെ പ്രശ്നങ്ങൾ. അതിന് ചികിത്സയില്ല. അവർ പറയുന്നത് അതിനൊന്നും ചികിത്സയില്ലെന്നാണ് ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. കാലങ്ങളായിട്ട് അവർ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, മാറ്റമില്ല, ഇതൊക്കെയാണ്. അപ്പൊ അതൊക്കെ ഇവിടെ മാറ്റാൻ പറ്റുമോ ഡോക്ടർ? നമുക്ക് മൈഗ്രെയിൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഛർദ്ദിക്കാൻ തോന്നുന്നത്? തലയ്ക്ക് പെരുപ്പ് വരുന്നത്. ഛർദ്ദിച്ചു കഴിയുമ്പോൾ എന്തുകൊണ്ട് ആശ്വാസം കിട്ടുന്നത്? അതറിയില്ല. ഈ രോഗത്തിൻ്റെ ലക്ഷണത്തിൽ തന്നെ കാരണവും ചികിത്സയുണ്ട്. മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് നോസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് സെൻസേഷൻ വരിക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ആശ്വാസം കിട്ടുക. യഥാർത്ഥത്തിൽ ഈ മൈഗ്രെയിൻ ഒക്കെ വരുന്നത് നമ്മുടെ അസിഡിറ്റി കൂടുന്നതുകൊണ്ടാണ്, വയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് വരുന്നത്. അതിന് തൊട്ട് പലപ്പോഴും ആൾക്കാർ മൈഗ്രെയിനെ കുറ്റം പറയുന്നത് വെയിലിനെ കുറ്റം പറയും, യാത്രയെ കുറ്റം പറയും, ഇതിനൊക്കെ കുറ്റം പറയേണ്ട ഒരു കാര്യമില്ല. വളരെ ലളിതമായി എനിക്കിവിടെ വരുന്ന 5, 10, 15, 20 വർഷം മൈഗ്രെയിൻ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാം. പിന്നീട് എപ്പോഴെങ്കിലും മൈഗ്രെയിൻ വരുവാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം എന്നെ കാണാൻ തോന്നും. അതിന് തൊട്ട് മുമ്പ് കഴിച്ച ആഹാരം ഒന്ന് നോക്കിയാൽ മതി. നിങ്ങൾ കഴിക്കുന്ന ആഹാരം ശരീരത്തിന് ടോക്സിൻസ് ആയിട്ട് തോന്നുന്നുണ്ട്, ശരീരം അത് പുറത്ത് കളയാനുള്ള ശരീരത്തിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മൈഗ്രെയിൻ. അതുകൊണ്ടാണ് മൈഗ്രെയിൻ വരുമ്പോൾ നമുക്ക് നോസിയ അല്ലെങ്കിൽ വരുന്നത്. ശ്രദ്ധിച്ച് കഴിയുമ്പോൾ ആശ്വാസം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? അകത്തുള്ളത് പുറത്തു പോയി. വളരെ ലളിതമാണ്, വളരെ ലളിതമായിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് ഈ മൈഗ്രെയിൻ. ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കാം, വയറ് ക്ലീൻ ചെയ്താൽ മതി. അതായത് ശരിക്കും താങ്കളുടെ അഭിപ്രായത്തിൽ ഈ ഒട്ടുമിക്ക രോഗങ്ങളും ജീവിതശൈലി രോഗങ്ങളാണ്. 99.8% രോഗങ്ങളും ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ്. അതെ. ഇപ്പൊ ഈ ക്യാൻസർ കൂടാൻ കാരണം പോലും കേരളത്തിലാണല്ലോ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻസ് ഉള്ള ഒരു സംസ്ഥാനമായി മാറിയിരിക്കുകയാണല്ലോ കേരളം. അതുപോലും ജീവിതശൈലി മാറിയെന്നാണ് ഇവൻ ഓങ്കോളജിസ്റ്റ്. പണ്ടൊക്കെ ആണെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു ക്യാൻസർ രോഗി വരുവാണെങ്കിൽ ഡോക്ടർമാരെ അവിടെ കാണാൻ പോകും, അത്രയ്ക്ക് റയർ ആയിരുന്നു. ഇന്നത്തെ സ്ഥിതി എന്താ? ഇന്ന് 10 വീടിനപ്പുറത്ത് ഒരു ക്യാൻസർ രോഗിയുണ്ട്. അതെ. അത് നമ്മൾ ഒരു സൈഡിൽ കൂടെ ആണെങ്കിൽ ലൈഫ് സ്പാൻ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ തന്നെ മറു സൈഡിൽ കൂടെ രോഗ ആതുരത വർദ്ധിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും അത് വല്ലാതെ പേടിപ്പിക്കുന്നുണ്ട് ഡോക്ടർ. തീർച്ചയായിട്ടും. ഈ മിക്കവാറും എല്ലാ രോഗത്തിൻ്റെയും ഈ വെരിക്കോസ് വെയിൻ്റെ ഞാൻ പറഞ്ഞില്ല, ഈ ഉണ്ടാകുന്ന ഈ കാരണങ്ങൾ തന്നെയാണ് പല രോഗത്തിലേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു മദർഹോമിൽ ഒരു ഹെഡിങ് ആയിട്ട് വന്നതാണ്, ഹൃദ്രോഗം വന്ന് ചികിത്സിക്കുന്നവരുടെ ശരാശരി പ്രായം 30 വയസ്സിൽ താഴെ. ഞാനപ്പോൾ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം കാരണം ഇത് തന്നെയാണ്. ശുദ്ധജലം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റും, അതെ, ചെളിവെള്ളം പമ്പ് ചെയ്യുന്ന പമ്പ് സെറ്റും എത്ര നാൾ വർക്ക് ചെയ്യും? അപ്പൊ ഈ ഹൃദ്രോഗവും ഈ ഒരു വയറിന്റെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ വെരിക്കോസിന്റെ ഇതെല്ലാം ഒരേ കാരണങ്ങളാണല്ലോ. ഇതെല്ലാം നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ രക്തമായിട്ട് മാറുന്നത്. പലപ്പോഴും ആണെങ്കിൽ യഥാർത്ഥത്തിൽ ഇത്തരം അശുദ്ധ രക്തം വരുമ്പോൾ നമ്മുടെ ബോഡി ഇടയ്ക്ക് ഒരു ഇപ്പോഴത്തെ AI എന്ന് പറയുന്ന ബോഡിയുടെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. അത് ആദ്യം ബാധിക്കേണ്ടത് ഹാർട്ടിനെയാണ്. ഹാർട്ടിനെ ബാധിക്കാതിരിക്കാൻ എന്ത് ചെയ്യും? ഇത് പലതായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കൺവേർട്ട് ചെയ്യുന്നതാണ് യൂറിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ശരീരത്തെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതാണ് ശരീരം. ഇതേ ബ്ലഡ് തന്നെ പല ഭാഗത്ത് കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ തോളിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണ് തോളുവേദന, ഫ്രോസൺ ഷോൾഡർ കണ്ടീഷൻ. പലപ്പോൾ ഒരുപാട് പേഷ്യൻ്റ് എനിക്ക് വരുന്നതാണ് ഫ്രോസൺ ഷോൾഡർ, ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് മാറാതെ വരുന്നതാണ്. പല പേഷ്യൻറ്റും എൻ്റെ അടുത്ത് ചോദിക്കും, ഈ തോളുവേദനയും വയറുമായിട്ട് എന്താ ബന്ധം? അതെ, വയറിൻ്റെ പ്രശ്നങ്ങളാണ് ഈ തോളുവേദന വരുന്നത്. ഇതേ ബ്ലഡ് തന്നെ എൽബോയിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ടെന്നീസ് എൽബോ. ഇത് നമുക്ക് വളരെ വേഗത്തിൽ മാറ്റിയെടുക്കാവുന്നതാണ്. ഈ ക്രിക്കറ്റ് നമ്മളെ സച്ചിനൊക്കെ വന്ന രോഗമാണ്. ഇത് വളരെ ലളിതമായിട്ട് ഒറ്റ ആഴ്ച കൊണ്ട് മാറ്റിയെടുക്കും. ടെന്നീസ് എൽബോ ബ്ലഡ് ശൃംഖോം ചെയ്ത ട്രീറ്റ്മെൻറ്റ് അത് ചെയ്താണ്. ഇതേത് തന്നെയാണെങ്കിൽ ഇവിടെ ഞരവിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയും. കൈക്ക് പെരുപ്പ് വരിക, പലപ്പോഴും ഇവിടെ ഞരമ്പ് പിടഞ്ഞെടുക്കുക എന്ന് പറയും. ഇത് തന്നെ ഇവിടെ കൂടെ ട്രിഗർ ഫിംഗർ എന്ന് പറയും. ഇതെല്ലാം ബേസിക്കലി ഒരേ കാരണങ്ങൾ തന്നെയാണ്. അപ്പൊ സത്യത്തിൽ ഒട്ടുമിക്ക രോഗങ്ങൾക്കും ഉള്ള ഒരു ശാന്തി ഇവിടെ തന്നെ. തീർച്ചയായിട്ടും. ഇത് കൂടാതെ ആൾക്കാരാണെങ്കിൽ പലപ്പോഴും ആണെങ്കിൽ ഈ സോറിയാസ് പോലുള്ള രോഗത്തെ പലപ്പോഴും പറയാറുണ്ട്. നമുക്ക് വളരെ ലളിതമായിട്ട് മാറ്റിയെടുക്കുന്ന ആൾക്കാരെ പറഞ്ഞങ്ങ് പേടിപ്പിക്കും. സോറിയാസ് വലിയ മാരക രോഗമാണ്. വളരെ നമുക്ക് ഒട്ടനവധി രോഗികളുണ്ട്. രോഗം മാറിയ ആൾക്കാരുടെയൊക്കെ ലിസ്റ്റ് നമ്മളവിടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ ആണെങ്കിൽ ഇത്തരം രോഗികളൊക്കെ തന്നെയാണെങ്കിൽ വളരെ ലളിതമായ ചികിത്സയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിരുദ്ധാഹാരങ്ങൾ വലിയൊരു പ്രശ്നമാണ്. അതായത് ബിരിയാണിയും മറ്റേ തൈരും അതൊക്കെയാണ്. അതെ. വിരുദ്ധാഹാരം പലപ്പോഴും ഞാൻ ഈ പറയുമ്പോൾ ആൾക്കാർ കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന സംഭവമാണ്. ഞാൻ ഇത്രയും നാൾ കഴിച്ച് എനിക്ക്
എനിക്ക് കുഴപ്പമില്ല, അത് നിങ്ങൾക്ക് ഒരു രോഗം ഇപ്പം കുഴപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രോഗം, അത് ഒരിക്കലും നമ്മുടെ ശരീരത്തിന് അനുയോജ്യമായ സാധനങ്ങളെ അല്ല ഈ വിരുദ്ധാഹാരങ്ങൾ. വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. പ്രത്യേകിച്ച് ഈ മോരും മീനും കൂടെ ഒരുമിച്ച് ഒരു മീൻ ഒരുമിച്ച് കഴിക്കുക, പുളിശ്ശേരി മീൻ ഒരുമിച്ച് കഴിക്കുക, ഇതൊക്കെ വിരുദ്ധമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക. അതേപോലെ തന്നെയാണെങ്കിൽ നമ്മൾ ആഹാരം പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, പ്രത്യേകം മൺപാത്രമൊക്കെയാണ് വയറിന് ഏറ്റവും നല്ലത്. അതേപോലെ അതിന് പകരമാണെങ്കിൽ മൺപാത്രം അല്ലെങ്കിൽ സ്റ്റീൽ പാത്രം ഇതൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഈ നമ്മുടെ തവിയൊക്കെ ചിരട്ടയുടെ തവി ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പഴയ അതെ 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 അതൊക്കെ ഇനിയിപ്പോൾ ആൾക്കാർ ഉപയോഗിക്കുന്നത് കണ്ടറിയാം. അതെ അതെ സാറേ, നമുക്ക് ശരിക്കും ഒരു ഓൾ ടോട്ടൽ നമ്മൾ നമ്മുടെ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് നമുക്ക് കൊടുക്കാൻ പറ്റുക സാധാരണ ജനങ്ങൾക്ക്? അതായത് ഇപ്പോൾ എൻ്റെ ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി ബൾക്കിയാണ്, ഭക്ഷണം കൊണ്ട് ഇല്ലെന്നല്ല, അപ്പോൾ ഡയറ്റ് നമുക്ക് ഇവിടെ വന്ന് താമസിച്ച് നമുക്കൊരു ഡിസിപ്ലിനോട് കൂടി ഡയറ്റ് കീപ്പ് ചെയ്ത് എനിക്ക് ഗ്യാസ് ട്രബിളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് മാറ്റാൻ അങ്ങനെയുള്ള എല്ലാ ഇവിടെ എന്തൊക്കെ തരത്തിലുള്ള ചികിത്സ ഇവിടെ ലഭ്യമാണ് നമുക്ക്? ഇവിടെ ചീഫ് ഫിസിഷ്യൻ ഞാനാണെങ്കിൽ പോലും നമുക്കിവിടെ ഞാൻ കൂടാതെ ഒരു 5 ജൂനിയർ ഡോക്ടർമാരൂടെ ഉണ്ട്. പല പല സ്പെഷ്യാലിറ്റികൾ അവർ നോക്കുന്നുണ്ട്. അതിലൊന്നാണ് കോസ്മെറ്റോളജി, ആയുർവേദ കോസ്മെറ്റോളജി ഉണ്ട്. ഇതേപോലെ തന്നെ ആണെങ്കിൽ നമുക്കാണെങ്കിൽ ഈ പ്രസവാനന്തര ശുശ്രൂഷ പലർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. അതിന് നമുക്ക് സ്പെഷ്യൽ ഡോക്ടറുണ്ട്. ഇത് കൂടാതെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒബേസിറ്റി പോലുള്ള കണ്ടീഷൻസിന് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് 3 ദിവസത്തെ പാക്കേജ് എന്ന രീതി വസ്തി പോകുന്നതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യും. നമ്മൾ ആഹാരം കഴിച്ച പാത്രം ക്ലീൻ ചെയ്യുന്ന പോലെ ശരീരത്തിൽ മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുന്നതാണ് വസ്തി എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്. അത് 3 ദിവസത്തെയുണ്ട്, 5 ദിവസത്തെയുണ്ട്, 7 ദിവസത്തെയുണ്ട്. അങ്ങനെ പാക്കേജ് ആയിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. റിയാലിറ്റി എപ്പോഴും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതായിരിക്കും. അതൊരു ചികിത്സയുടേതായാലും അതെന്ത് തന്നെയായാലും നമ്മളിന്ന് എത്തിയ ആയുർവേദ ഒരു പർണശാല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അരീക്കൽ ഹോസ്പിറ്റൽ എന്ന് പറയുന്നതും ഡോക്ടർ സ്മിത്ത് കുമാർ, അല്ലെങ്കിൽ ആ ഡോക്ടർ അല്ലെങ്കിൽ വിശ്വഗുരൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ അങ്ങനെ തന്നെയാണ് വിളിക്കേണ്ടത്. ഡോക്ടർ എന്നൊക്കെ വിളിച്ചാൽ എന്തൊരു വൈക്ലഭ്യം പോലെ. അപ്പോൾ തീർച്ചയായിട്ടും ആ പേരിന് അനുയോജ്യനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഞങ്ങൾ ഇവിടെ വന്ന് മനസ്സിലാക്കിയതും അങ്ങനെ തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് ആതുര സേവനം ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ രോഗമുക്തി കൊടുക്കുന്നതിലൂടെയാണ്. കാരണം കാലാകാലങ്ങളായിട്ട് അവരനുഭവിക്കുന്ന വേദനയിൽ നിന്നൊരു മോചനം, അതും സാധാരണക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. ഞങ്ങൾ ഇവിടെ വന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, ഉറപ്പായിട്ടും നമ്മൾ അനുഭവത്തിലൂടെ കണ്ട കുറേ കാഴ്ചകൾ നിങ്ങളിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും എത്തിക്കും റിയാലിറ്റിയിലൂടെ. ആ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ കാണണം, കണ്ണു തുറന്ന് കാണണം. എന്താണ് ഇനിയുള്ള സമൂഹം പ്രാവർത്തികമാക്കേണ്ടതെന്നും പിന്തുടരേണ്ടതെന്നും അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരാണ് നമ്മളെ കാണിച്ചു തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളോടൊപ്പം താങ്കളുടെ വിലയേറിയ സമയവും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി തിരക്കുണ്ടായിട്ടും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്കൾക്ക് എന്താണ് പൊതുസമൂഹത്തോടും ജനങ്ങളോടും പറയാനുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മുടെ ശരീരമായിട്ട് മാറുന്നത്. രോഗം ഉണ്ടാവുന്നതും വ്യത്യസ്തമല്ല. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു.